അന്നത്തെ ആ രാത്രിയാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത്. ഒരുപാട് തിരഞ്ഞിട്ടും പിന്നെ നിന്നെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. സോളമ, ആരാ നിനക്ക് ആ കൊട്ടേഷൻ തന്നത്? നീ ആ പേര് മാത്രം പറ, ഞാൻ പൊക്കോളാം. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് എനിക്കത് പറയിക്കേണ്ടി വരും. സോളമ, സത്യം പറ, ആരാടാ നിനക്ക് ആ കൊട്ടേഷൻ തന്നത്? നിന്നെ ഞാൻ സത്യം പറയാതെ വെറുതെ വിടില്ല. പറയടാ ചോളം, പറയാ പറയടാ. ആർക്കാടാ എന്റെ ജീവൻ വേണ്ടത്? പറയടാ, ആർക്കാന്ന്? എന്റെ ജീവൻ വേണ്ട ആർക്കാന്ന്? പറയടാ. പറയാം, ഞാനെല്ലാം പറയാം. നിനക്ക് പേര് അറിയണോ അല്ലേടാ? എങ്കിൽ കേട്ടോ, ഞാനാ ഈ ഞാൻ. പക്ഷേ എനിക്ക് നിന്നെ കൊല്ലണമെന്നില്ല. നിന്നെ കൊണ്ട് ഒരാളെ കൊല്ലിക്കണമെന്നേ ഉള്ളൂ. അത് ഞാൻ ചെയ്യിക്കും. പറയൂ പറയൂ അഴകത്തമ്മേ, എവിടെ ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? പറയൂ പറയൂ അഴകത്തമ്മേ. 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 ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി? പറയൂ പറയൂ അഴകത്തമ്മേ. ഇവിടെ വാടോ. എന്നാടാ? തന്നെ തന്നെ. എല്ലാരോടും ഒന്നോ, ഞാൻ പോയിട്ട് വരാം. എന്തായി? അല്ല, മാഡം പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഗതി ഏറ്റു. നിങ്ങളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാ എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. ഒരു കോംപ്രമൈസ് ചർച്ച ഉണ്ടാവും. അപ്പൊ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പ്രഭാകരൻ അറിയാലോ. അല്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ സ്ട്രോങ് ആയിട്ടങ്ങ് നിന്നാ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. മാഡം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായത്. അല്ലാതെ മൂരാച്ചികളായ അഴകത്തുകാരുടെ മുമ്പിൽ മുട്ടുമടക്കിയത് കൊണ്ടല്ല. പ്രഭാകരന് വർഗസമരങ്ങൾ പുത്തരിയല്ലെന്ന് മനസ്സിലാക്കിക്കോ. പ്രഭാകര, ഇയാൾ ആരെയെ പേടിപ്പിക്കുന്നത്? ഈ വീടിന് മുന്നിൽ സമരം ചെയ്യാൻ പറ്റത്തില്ല. പോലീസ് അവരെ ഒഴിവാക്കി തരണം. മിസ്റ്റർ അരവിന്ദൻ, ഇവര് സമരം ചെയ്യുന്നതും നിരാഹാരം കിടക്കുന്നതും പബ്ലിക് റോഡിലാ, അല്ലാതെ അഴകത്ത് വീടിന്റെ അകത്തല്ല. പിന്നെന്തിന് പോലീസ് ഇടപെടണം? പബ്ലിക് ന്യൂസൻസ് ഉണ്ടായ പോലീസ് ഇടപെടില്ലേ? കേസെടുക്കില്ലേ? അത് ചെയ്യണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ആരും അത് പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾക്കറിയില്ല മാഡം. ദേ, ഇതൊരു നിസ്സാര പ്രശ്നമാണ്. മാഡം വിചാരിച്ച ഈസിയായി സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നം. മിസ്റ്റർ ആനന്ദ്, ഇതത്ര നിസ്സാര പ്രശ്നമല്ല. ലീലാമ്മയുടെ മിസ്സിങ്ങിന് പിന്നിലെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് പോലീസിനും ലീലാമ്മയുടെ വീട്ടുകാർക്കും സംശയമുണ്ട്. ഇവർ പ്രകോപിതരായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളുടെ ഏട്ടൻ തന്നെയാ. ഞാൻ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഒന്ന് വിളിച്ച് ഉപദേശിച്ചു, അത്രേ ഉള്ളൂ. പച്ചക്കള്ളം. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ദേവു ഇയാളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് പറയണ കേട്ടില്ലേ, ഉപദേശിച്ചാണ് പോലും. ഇങ്ങനെ തമ്മിലടിക്കാതെ ഇതിനൊരു പരിഹാരം എന്താച്ചാ അത് പറയാ. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാനത് ചെയ്യാം. ഇന്ന് ഞങ്ങളുടെ ആൾക്കാരെ പോലീസുകാർ ഇവിടുന്ന് കൊണ്ടുപോയാൽ അതിശക്തമായ ഒരു സമരം ഇനി അങ്ങോട്ട് അഴകത്തുകാർ നേരിടേണ്ടി വരും.
അത് വേണോ? വേണ്ട. ഇനിയും ഇതിന്റെ പേരിൽ നാട്ടുകാർക്ക് മുന്നിൽ നാണം കെടാൻ വയ്യ. അപ്പൊ ഇവര് വീടിന് മുമ്പിൽ സമരം തുടർന്നോട്ടെ എന്നാണോ? അതൊന്നും പറ്റത്തില്ല. സമരക്കാരെ ഒഴിവാക്കണം. നീ മിണ്ടരുത്. ആരോട് ചോദിച്ചിട്ടാടാ നീ ലീലാമ്മയുടെ മകൾ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്? അല്ല, ആ കുട്ടിയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയ ചിലപ്പോ കേസ് പിൻവലിച്ചാലോ എന്ന് വെച്ചിട്ട്. ഓ, അപ്പൊ ബുദ്ധി നിന്റെയായിരുന്നു അല്ലേ? ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു പരിഹാരം അങ്ങനെയൊന്ന് നിർദ്ദേശിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു വലിയ സഹായമായിരിക്കും. എങ്കിൽ ഞാനൊരു സൊല്യൂഷൻ പറയാം. ലീലാമ്മയെ കണ്ടുകിട്ടുന്നതുവരെ പ്രഭാകരനും ദേവുവും അഴകത്ത് താമസിക്കട്ടെ. എന്താ, സമ്മതമാണോ? പ്ലീസ്, ഞങ്ങളിങ്ങനെ നാണം കെടുത്തരുത്. ആഹാ, അത് കൊള്ളാലോ. ഞങ്ങളെന്താ വല്ല കുഷ്ഠരോഗികളാ? എങ്കിൽ പിന്നെ ഇവരുടെ കൂടെ താമസിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അത് ഞങ്ങൾക്ക് സമ്മതമല്ല. എങ്കിൽ സമരത്തിന്റെ രീതി മാറും, നിങ്ങളൊക്കെ നാറും. അരവിന്ദേട്ടാ, അമ്മ ഇതിന് സമ്മതിക്കണം. അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. ദേ, ബാലാമണി പറയുന്നത് കേട്ട് അമ്മ ഇതിന് സമ്മതിക്കരുതേ. ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച പിന്നെ നമുക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ഉപദേശം ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം. ദേവും പ്രഭാകരനും ഇനി അഴകത്ത് താമസിക്കും. ബാലമണി, പോയി ദേവുവിനെ കൂട്ടിക്കൊണ്ടുവാ. ശരി അമ്മേ. അതെ, ഒരു ചായ എടുത്തിട്ട് വാ. എന്താ? കാപ്പി ആയാലും മതി. ചെല്ലേ. വരൂ കുട്ടി. എങ്ങോട്ടാ? അഴകത്തേക്ക്. മോളിനി ഈ വീട്ടിലാ താമസിക്കുന്നത്, മോളുടെ ഏട്ടന്മാരോടൊപ്പം. അമ്മ തിരിച്ചു വരുന്നതുവരെ ദേവുവിന് ഇവിടെ കഴിയാം. ഞാൻ വരുന്നില്ല ചേച്ചി. നീ വരണം. മോളെ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മയെ എന്നെ പറഞ്ഞയച്ചത്. അമ്മ വിഷമിപ്പിക്കരുത്. വന്നോളൂ. കൂടുതലൊന്നും ആലോചിക്കണ്ട, എൻ്റെ ഒപ്പം വരൂ. ഇതാ ഞങ്ങളുടെ അമ്മ. ഇനി മുതൽ നിന്റെയും. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ട് വേണ്ട നിനക്ക്? ഇത് നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത വിജയമാണ്, അല്ലാതെ ആരുടെ അവതാരത്തിലല്ല. മോള് വിഷമിക്കണ്ട. ഒരാപത്തിലും പെടാതെ ലീലാമ്മ തിരിച്ചു വരും. ആ, വന്നാ കൊള്ളാം. അല്ലെങ്കിൽ ഇവിടെ ചിലരൊക്കെ വിവരം അറിയും. നീ കുറെ നേരമായിട്ട് കുറയ്ക്കുന്നല്ലോടാ. അരവിന്ദ, ഇനി ഈ പ്രഭാകരൻ ഇവിടെ കിടന്ന് കുരയ്ക്കും. ചിലപ്പോ ആരെങ്കിലും കടിച്ചെന്നും വരും. അതൊക്കെ സഹിക്കണം, സഹിച്ചേ പറ്റൂ. ആരെങ്കിലും എന്നെ എതിർത്താ സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. ഇയാളീ കാണിക്കുന്ന കോപ്രായം കണ്ടിട്ട് മേഡം എന്താ മിണ്ടായിരിക്കുന്നേ? നോക്കൂ മിസ്റ്റർ അരവിന്ദൻ, മുദ്രാവാക്യം വിളിക്കുന്നത് ഒരു തെറ്റല്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ ഇടപെടാനും പറ്റില്ല. ഇയാള് ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ വിളിക്കൂ. അപ്പോ ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ? ആനന്ദ്, ഒരു മിനിറ്റ്. അഴകത്തെ വിശേഷങ്ങൾ ഞാൻ ദേവപ്രഭയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഉടനെ അവൾ സർവീസിൽ തിരിച്ചും വരും. മിക്കവാറും പോസ്റ്റിംഗ് ഈ നാട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോ ഈ വീടൊരു പരുവമാവും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്കിയെടുത്തിരിക്കും. ബൈ.
എന്താടാ അവര് പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. മോളെ, ഇനി സമയം കളയണ്ട. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമുക്ക് ഈ ബൂർഷോ കോട്ടയിലേക്ക് കിടക്കാം. വരൂ, വാ. വെടിയുണ്ടകൾ വന്നേക്കാം, പതറരുത്. വരൂ വരൂ. അമ്മ ഇയാൾക്കെന്താ ഭ്രാന്താണോ? ധീരേ വീരേ ലീലാമേ, ധീരതയോടെ കഴിഞ്ഞോളൂ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. വാ വാ മോളെ, നമുക്ക് മുകളിലേക്ക് വാ. വാ. ധീരേ വീരേ ലീലാമേ, ധീരതയോടെ കഴിഞ്ഞോളൂ. അരവിന്ദേട്ടാ, ചെല്ല്. ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ഇനി ഈ വിഷപ്പാമ്പിനെ എങ്ങനെ ഇവിടുന്ന് ഇറക്കിവിടും സുമംഗലെ? അവൻ ഈ കുടുംബം നശിപ്പിക്കും. ഒക്കെ എന്റെ മക്കള് വരുത്തി വെച്ചത് തന്നെയല്ലേ, അനുഭവിക്കുക തന്നെ. അല്ലാതെ എന്താ ചെയ്യാ? ഇനി നമ്മൾ പലതും സഹിക്കേണ്ടി വരും. ചിലപ്പോ ഇതുകൊണ്ട് എന്റെ മക്കൾ നന്നാവുമായിരിക്കും. അല്ലെങ്കിൽ ഈ സംഭവിച്ചതൊക്കെ അഴകത്തെ വീടിന്റെ നാശത്തിനായിരിക്കും. ഇതിനേക്കാളും വലിയൊരു നാണക്കേട് നമുക്കിനി വരാനില്ല. നാളെ മുതൽ അയാളും ആ പെണ്ണും ഭരണം തുടങ്ങും. ആ വൃത്തികെട്ടവനെ കണ്ടാൽ തന്നെ അറിയാം അയാൾ മഹാ കുഴപ്പക്കാരനാണെന്ന്. എടി, നീ ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? അവനെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച ഞാനാണോ? ഇതിനൊക്കെ കാരണക്കാരൻ അരവിന്ദേട്ടനാണേ. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? മൈഥിലി, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ അറിഞ്ഞോ? നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ആ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല. ഓഫീസിൽ വിളിച്ചൊന്ന് ഉപദേശിച്ചു, അത്രേ ഉള്ളൂ. അത് അവർ ഇഷ്യൂ ആയിട്ട് എടുക്കുകയും ചെയ്തു. ഓ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അയാളെ ആ പെണ്ണിനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതിനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്ത്. എടീ, അമ്മ സമ്മതിച്ചിട്ട് അവരിവിടെ താമസിക്കുന്നത്. അവരെ ഞാൻ എങ്ങനെ ഇറക്കി വിടുന്നത്? അപ്പോ ലീലാമ്മ തിരിച്ചു വരുന്നത് വരെ അവരിവിടെ താമസിക്കട്ടെ എന്നാണോ? ദേ, വെറുതെ ഭ്രാന്ത് പറയല്ലേ അരവിന്ദേട്ടാ. അല്ലാതെ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും. അല്ല, ലീലാമ്മ ഇനി ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കാലോ. ദേ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര പ്രശ്നമല്ല. ജയിലിലായിരുന്ന ലീലാമ്മയേക്കാൾ ശക്തിയാണ് പുറത്തുള്ള ലീലാമ്മ. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയാ അരവിന്ദേട്ടന് തന്നെ അത് മനസ്സിലാവൂ. ലീലാമ്മയെ നിങ്ങൾ അംഗീകരിക്കാതിരുന്നപ്പോ അവരവരുടെ മകളെ അഴകത്തുകാരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. ആ ലീലാമ്മ ആരും തട്ടിക്കൊണ്ടു പോയിട്ടൊന്നും ഇല്ല. ഇതൊക്കെ ആ പെണ്ണും അവളുടെ അമ്മാവൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആ താടിയുണ്ടല്ലോ, അവനും കൂടി ഒപ്പിക്കുന്ന പണിയാ. ഏയ്, അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. ആ പെൺകുട്ടി അവളെ കണ്ടിട്ടൊരു പാവാണെന്ന് തോന്നുന്നേ. അയാൾ കുറച്ച് കുഴപ്പക്കാരനാ. അതെ, പെണ്ണുങ്ങളെ കുറിച്ച് അരവിന്ദേട്ടൻ ഒന്നും അറിയാത്തതുകൊണ്ടാ. കണ്ടാൽ പാവം പോലെ ഇരിക്കുന്ന ഒരുത്തിയും വിശ്വസിക്കരുത്. മഹാകള്ളികളായിരിക്കും. ഇതൊക്കെ ആ പെണ്ണിന്റെ പ്ലേ ആയിരുന്നു അവസാനമായിരിക്കും നമ്മളൊക്കെ അറിയാൻ പോകുന്നത്. അല്ലെങ്കിൽ നോക്കിക്കോ. ഏതായാലും ആനന്ദവും കൂടി വരട്ടെ. അവനോടുകൂടി ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. ദേ, കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. ആ പെണ്ണിനെയും ആ താടിയെയും ഇവിടുന്ന് പുറത്താക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. രണ്ടും ഇവിടുന്ന് ഇറങ്ങി പൊക്കോളും. എന്തിനാ എന്നെ കണ്ട് എഴുന്നേൽക്കുന്നത്? മോളിരിക്കൂ. ഈ മുറി മോൾക്ക് ഇഷ്ടായോ? അല്ല, ഈ ബാഗ് എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇതിലെ സാധനങ്ങളൊക്കെ എടുത്ത് അലമാരയിൽ വെക്കൂ, ഞാൻ സഹായിക്കാം. അയ്യോ, അതൊന്നും വേണ്ടേച്ചി, ഞാൻ ചെയ്തോളാം. എന്നാ വേഗം ഇതൊക്കെ ചെയ്തോളൂ. ചേച്ചി, ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? അങ്ങനൊന്നുമില്ല. ഇനി അഥവാ ആരെങ്കിലും മോളോട് ദേഷ്യം കാണിച്ചാ മോൾ അതൊന്നും കാര്യമാക്കണ്ട. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ അമ്മാവ് സമ്മതിച്ചില്ല.
ശരിക്കും മോളുടെ ആരാ? അമ്മയുടെ ഒരു അകന്ന ബന്ധുവാ. സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അടുപ്പിക്കാതിരുന്നതാ. ചേച്ചി, എന്റെ അമ്മയ്ക്ക് എന്താവും പറ്റിയിട്ടുണ്ടാവുക? അമ്മ ആരായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ അമ്മയുടെ മക്കളാണോ അത് ചെയ്തത്? അതോ വേറെ ആരെങ്കിലോ? എനിക്ക് ചിലര് സംശയമുണ്ട്. ആരാ ഈ ചിലര്? അച്ഛന്റെ അനിയന്മാരാ. അമ്മ എവിടെ കണ്ടാലും കൊല്ലൂന്ന് പറഞ്ഞ് നടക്കുന്നവരാ. അമ്മ അവരുടെ കയ്യിലാണ് ചെന്ന് പെട്ടതെങ്കിൽ ജീവനോടെ എനിക്ക് എന്റെ അമ്മ ഇനി കാണാൻ പറ്റില്ല. അതല്ല മറ്റെവിടെങ്കിലും ആണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരെന്റെ അമ്മയെ കണ്ടെത്തും, കൊല്ലുകയും ചെയ്യും. അവരുടെ കാര്യം ഞാൻ പോലീസിനോട് പറഞ്ഞതാ. എന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. അമ്മ വേറെ എവിടെ ആണെങ്കിലും കുഴപ്പമില്ല, അവരുടെ കയ്യിൽ ചെന്ന് അകപ്പെടാതിരുന്നാ മതി. എന്താ ചേച്ചി? ഒന്നുമില്ല. സമയം കളയാതെ മോള് സാധനങ്ങളൊക്കെ എടുത്തു വെക്കൂ. ശരി. വലിയേട്ടൻ എന്തിനാ അതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പോയത്? എടാ, അമ്മ ഇതൊന്നും എന്റെ സമ്മതം ചോദിച്ചിട്ട് ചെയ്തതല്ലോ. ആ സമയത്ത് തന്നെ അനന്ത് ഹോസ്പിറ്റലിലായി പോയി. അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എടത്തി അങ്ങനൊന്നും പറയണ്ട. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ നാശം പിടിച്ച പെണ്ണിനെയും അവളുടെ അമ്മാവനെയും ഈ വീട്ടിനകത്തോട്ടെ കേട്ടില്ലായിരുന്നു. ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല. നിങ്ങൾ ഏട്ടനും അനിയനും ഒന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ദേവുവിനെ അവളുടെ അമ്മാവനെ ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞു വിടാം. അവരിവിടെയുള്ളത് എല്ലാവർക്കും ഒരു ശല്യം. സത്യമാണോ ബാലമണി? നീ അവരെവിടുന്ന് പറഞ്ഞു വിടോ? ഞാനല്ല, അമ്മ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടും. പക്ഷേ ലീലാമ്മ എവിടെയുണ്ടെന്ന് ഇവരമ്മയോട് പറയണം. ബാലാമണി, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? ലീലാമ്മയെ ഞങ്ങൾ എവിടെ ഒളിപ്പിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കുന്നേ? എടീ, ഒരവസരം കിട്ടിയപ്പോ നീ തലേ കയറാൻ നോക്കല്ലേ. ഒരിക്കലും ജയിച്ചു എന്ന് കരുതി എന്നും അങ്ങനെ ആവണമെന്നില്ല. വേണ്ട അനന്തു, വെറുതെ ഇവളോട് വഴക്കിനൊന്നും പോണ്ട, തല വേദനിക്കും. അതെ, അത് തന്നെയാ നല്ലത്. അതുകൊണ്ട് ഭാര്യ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെങ്ങാനും ഇരുന്നു. ബാലാമണി, നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയതിന്റെ പകയാണോ നീ ഞങ്ങളോട് തീർക്കുന്നത്? അല്ലാതെ പിന്നെ. ഏട്ടത്തി, എനിക്ക് ആരോടും പകയും വിദ്വേഷവും ഒന്നുമില്ല. പക്ഷേ കുറച്ചു നാളായിട്ട് നിങ്ങൾ ഈ അഴകത്ത് വീട്ടിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓർത്ത് അമർഷമുണ്ട്. അതിന്റെ ഫലം ഇനി നിങ്ങളൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ചെയ്യാനുള്ളതൊക്കെ ആ പ്രഭാകരൻ അങ്ങ് ചെയ്തോളും. അയാള് നിങ്ങളെ ഇവിടെ ഇട്ട് നക്ഷത്രക്കാലെണ്ണിക്കും. ഇല്ലെങ്കിൽ കണ്ടോ. ജോർജ്, അഴകത്തുകാർ ഇൻവോൾവ് ആയ കേസ് എന്നെ സംബന്ധിച്ചൊരു വെറും കേസല്ല. മറ്റെവിടെ ഞാൻ പരാജയപ്പെട്ടാലും അതെനിക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ അഴകത്തുകാരുടെ മുൻപിലെ തോൽവി, അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. മാഡം, അഴകത്തുള്ളവരെല്ലാം ക്ലോസ് ആയി നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അരവിന്ദിനെയും ആനന്ദിനെയും അനന്തുവിനെയും നമ്മുടെ വിങ് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യേണ്ടത് അവരെ മാത്രമല്ല, അഴകത്ത് സുമംഗലാദേവിയെയും. അവിടെ വേറൊരു പെൺകുട്ടിയുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ബാലാമണി. അവളെയും കൂടി ചേർക്കണം. അവളെ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ മാഡം? ഇങ്ങനൊരു ഇഷ്യൂവിൽ സ്ത്രീകൾ എങ്ങനെ ഇൻവോൾവ് ആവും? നമ്മളങ്ങനെ ആരെയും മാറ്റി നിർത്തണ്ട. അന്വേഷണത്തിന്റെ അവസാനം സ്ത്രീകൾ പ്രധാന പ്രതികളായി മാറുന്ന എത്രയോ കേസുകൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാ മാഡം, അത് ഞാൻ അംഗീകരിക്കുന്നു.
ലീലാമ്മയുടെ തിരോധാനത്തിന് പിന്നിൽ അഴകത്തുള്ള ആരോ ഒരാളാ. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനി ഏതായാലും ബുദ്ധിപരമായ ചരടുവലികൾ നടത്തി ഒരുപാട് കാലമൊന്നും മറഞ്ഞു നിൽക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല. ഒരു ദിവസം അയാളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും.